ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കണ്ണൂരുള്ള ചാലക്കുള്ള ആസ്റ്റർ മിംസിലാണ് ഉള്ളത്. ഞാൻ ഇന്നലെ വൈകുന്നേരം കവിനെയും കൂട്ടി ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വന്നതിനും അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞതിനും അപ്പോൾ ഇവിടെ വന്നു. ഭയങ്കര സന്തോഷമുള്ളൊരു സമയമാണ്. ഞാൻ സന്തോഷം നമ്മളെ കുടുംബത്തിലേക്ക് വേഗം പറയുമെന്ന്. നമ്മളെ കവി പ്രസവിച്ചു, ആൺകുട്ടിയാണ്. അപ്പോൾ നോർമൽ ഡെലിവറിയാണ്, അങ്ങനെ കഴിഞ്ഞു. ഞാനും കൂടി ഉണ്ടായി ലേബർ റൂമിൽ. നമ്മൾ എല്ലാം കഴിഞ്ഞു. കുട്ടീനെയും അമ്മേനെല്ലാം കണ്ടു. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടതുപോലെ തന്നെ KL ബ്രോനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മുടെ ഇതിൽ തന്നെ ഏറ്റവും ഇതായിട്ട് വലിയൊരു യൂട്യൂബറാണ്. മില്യൺ കണക്കിന് വ്യൂസും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള വലിയൊരു യൂട്യൂബറാണ്. ഞാനും ഇവരുടെ ഒരു സബ്സ്ക്രൈബറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ. ഇവർക്ക് ഒരുപാട് ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇവരുടെ ആ ഒരു തനി നാടൻ രീതിയിലുള്ള സംസാരങ്ങളും അതുപോലെ തന്നെ ഇവരുടെ പല ഇതും നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ ഷോർട്സൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും വെറും സോങ് മാത്രമാണെങ്കിൽ കൂടെ കാണാൻ നല്ല രസമാണ്. അതിൽ നല്ലൊരു കോമഡി അല്ലെങ്കിൽ നല്ലൊരു അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളൊരു വീഡിയോസാണ് ഇവരുടെ എല്ലാം. അതുപോലെ തന്നെ ഇവരുടെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ സൂപ്പറാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയ അതിഥി അവരുടെ കുടുംബത്തിലേക്ക് വന്നിരിക്കുകയാണ്. കവി പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ കവി പ്രസവിച്ചു, കുഴപ്പമൊന്നുമില്ല, നോർമൽ ഡെലിവറിയാണ്, ആൺകുട്ടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും എല്ലാവിധ ആശംസകളും എല്ലാവിധ ഇതും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ അവർക്ക് എന്താ പറയുക, എന്തായാലും ആൺകുട്ടിയാണ് ജനിച്ചിരിക്കുന്നത്. മൂത്തതും ആൺകുട്ടിയാണ്. എന്ത് കുട്ടിയാണെങ്കിലും അൽഹംദുലില്ലാ നല്ലതായിട്ട് നല്ല രീതിയിൽ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവിധ ഐശ്വര്യങ്ങളും അവരുടെ കുടുംബത്തിലുണ്ടാവട്ടെ. അതുപോലെ തന്നെ ഇവർ ഒട്ടുമിക്ക എല്ലാ ഇതിലും ഏത് വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിലും കണ്ടിരിക്കാൻ കണ്ണിന് കുളിർമ നൽകുന്ന ഓരോ വീഡിയോസുകൾ തന്നെയാണ്. എന്തായാലും അവരുടെ ആ ഹോസ്പിറ്റലിലെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഒന്ന് കണ്ടു നോക്കൂ. നമുക്ക് മറ്റേ ഇതെടുത്ത പോലെ നേരം മോനെ ശരിക്കെടുക്കാം. കയ്യിൽ കൊടുത്ത സംഭവ ബഹുലമായ നിമിഷങ്ങളാണ്. അതൊരു നമുക്ക് എന്താ പറയുക, അത്രയും നാൾ പ്രഗ്നൻ്റ് ആയിട്ട് ഇരുന്നിട്ട് ആ കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരുമ്പോഴുള്ള ആ ഒരു സന്തോഷം അല്ലേ, നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്ത് കുഞ്ഞാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മൾ ആ ഒരു നിമിഷം ഒരു 9 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് ആ കുഞ്ഞിനെ നമ്മുടെ കൈകളിലേക്ക് കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ എന്ത് കുഞ്ഞ്, നമ്മൾ മൂത്തത് ആൺകുഞ്ഞ് അല്ലെങ്കിൽ രണ്ടാമത്തതും ആൺകുഞ്ഞ് അല്ലെങ്കിൽ മൂത്തത് പെൺകുഞ്ഞ് രണ്ടാമത്തെ പെൺകുഞ്ഞ്, ആ ഒരു ഇതൊന്നും നമുക്ക് ആ ഒരു അതിൽ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ പ്രസവിച്ച് കഴിയുമ്പോൾ ആ ഒരു നിമിഷം നമ്മുടെ കയ്യിൽ ആ കുഞ്ഞിനെ വെച്ച് തരുമ്പോൾ നമുക്ക് ഇന്ന കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് വേവലാതിപ്പെടാനൊന്നും നമുക്ക് ആ ഒരു നിമിഷം സമയം കിട്ടില്ല. ആ ഒരു വേദനയും ആ ഒരു സന്തോഷവും എല്ലാം കൂടി കലർന്നതായിരിക്കും പ്രസവിച്ച് കഴിയുമ്പോഴുള്ള ആ നിമിഷങ്ങൾ. എന്ത് കുഞ്ഞാണെങ്കിലും ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു കുഞ്ഞിനെ കിട്ടുക എന്നാണ് ഏറ്റവും വലിയൊരു കാര്യം. അതല്ലാതെ നമുക്ക് ആണ് പെണ്ണ് എന്നുള്ളൊരു വേർതിരിവോ കാര്യങ്ങളോ ഒന്നിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് മക്കളാണെങ്കിലും അത് ആരോഗ്യത്തോടു കൂടി കിട്ടുക എന്ന് മാത്രമാണ് നമുക്ക് ആ ഒരു നിമിഷം തോന്നുന്നത്. പക്ഷെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും, എന്നാലും നമുക്ക് ആ ഒരു നിമിഷം കിട്ടുന്ന സമയത്ത് ഏറ്റവും സന്തോഷമുള്ള നിമിഷം തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും ഇവർക്ക് ആൺകുഞ്ഞിനെയാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നല്ലൊരു കുഞ്ഞ്. അവർ കുഞ്ഞിൻ്റെ മുഖമൊന്നും കാണിക്കാതിരിക്കുന്നത്
സാധിക്കുന്നില്ല, കുഞ്ഞിൻ്റെ മുഖമൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ആരോഗ്യത്തോടു കൂടിയുള്ള കുഞ്ഞിനെ തന്നെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു. കണ്ടു നോക്കൂ. കുട്ടീനെ കണ്ടോ നമ്മള്? അതേ കല്ല കൊടുന്നു. നേരത്തെ നമ്മൾ ചേട്ടനെ വിളിച്ചു. സന്തോഷം. ഒന്നല്ല സാറില്ല, കഴിഞ്ഞില്ലേ? പാല് കൊടുക്കാൻ തരുന്നു വിചാരിച്ചിട്ടാ. രണ്ടെണ്ണം വാങ്ങിയിരുന്നേട്ടാ കൊടുക്കുമ്പോ രണ്ട് മിഠായി തിന്നാനായില്ല. കരയാൻ നോക്കുന്നുണ്ടേ. കുഞ്ഞിച്ചെരിയും കുഞ്ഞുവായല വലുതാണ്. അമ്മ വരാട്ടാ, വയ്യ കുറച്ച് നിന്നിട്ട് അവർ ഒന്ന് വരാം. അപ്പോൾ എന്തായാലും കവിയെയും കാണിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ അത് കണ്ടിട്ട് കരച്ചിൽ വന്നിട്ട്, കവിയുടെ കരച്ചിൽ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു നിമിഷം മൂത്ത കുഞ്ഞിനെ ആ ഒരു കുറച്ച് സമയം പിരിഞ്ഞിരിക്കേണ്ടി വരുന്ന അവസ്ഥ. ഞാനും അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകുമ്പോൾ എൻ്റെ ഡാമിയെ കണ്ടപ്പോൾ ഞാൻ ഇതുപോലെ കരഞ്ഞിട്ടാണ് പോയത്. ആ ഒരു നിമിഷം നമുക്ക് മൂത്ത കുഞ്ഞിനെയായിരിക്കും ഒരുപാട് മിസ് ചെയ്യുന്നത് ആ ഒരു സമയത്ത്. അപ്പോൾ അതാണ് അവിടെയും ആ കുറച്ച് സമയമാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈം നമ്മുടെ രണ്ടാമതൊരു കുഞ്ഞ് വരുമ്പോൾ മൂത്തൊരു കുഞ്ഞിന് നമ്മൾ ഇതായി പോകും. പിന്നെ നമ്മൾ അതുമായിട്ട് അങ്ങനെ ആവും. എങ്കിലും നമുക്ക് ആ ഒരു നിമിഷം ഭയങ്കര ഇടങ്ങാറായിരിക്കും. അത് ആ ഒരു നമുക്ക് അനുഭവിച്ചവർക്ക് അത് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനും എനിക്കത് മനസ്സിലാവുന്നുണ്ട്. മൂത്ത മക്കൾ നമ്മുടെ അടുത്ത് വന്ന് നിന്നിട്ട് ഡെലിവറി കഴിഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴുള്ള നമ്മുടെ ആ ഒരു സന്തോഷം, അതുപോലെ കണ്ണിൽ വരുന്ന ആ കണ്ണുനീരും, അവരെ അത്രയും സമയം നമ്മൾ കാണാതെ നിൽക്കുമല്ലോ, അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവുമെന്ന്. ഞാനും പ്രസവം കഴിഞ്ഞ ഉടനെ, ഡെലിവറി കഴിഞ്ഞ ഉടനെ ഞാൻ ആദ്യം ചോദിച്ചത് എൻ്റെ മോളേനെ ആമി എവിടെയെന്നാണ് ആദ്യം തന്നെ ഞാൻ ചോദിച്ചു, ബോധം വന്ന സമയത്ത്. ആ ഒരു നിമിഷം നമുക്ക് ആ മൂത്തവരെ പിരിഞ്ഞിരിക്കുന്നതായിരിക്കും ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് തന്നെ പറയാം. ആ ഒരു നിമിഷം നമുക്ക് അവർ എങ്ങനെയായിരിക്കും, നമ്മളെ പിരിഞ്ഞിരിക്കുന്നില്ലല്ലോ. ആ ഒരു ഞാനാണെങ്കിലും 6-7 ദിവസം കഴിഞ്ഞിട്ടാണ്, സിസേറിയൻ ആയതുകൊണ്ട് തന്നെ 6-7 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത്. അത്രയും ദിവസം അന്ന് പറഞ്ഞാൽ പല രോഗങ്ങളും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ അവളെ ഒരു പ്രാവശ്യം എന്തോ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതന്നെ അവളെ മിസ് ചെയ്തിരിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ടാസ്ക്കാണ്, ഭയങ്കര ഒരു വിഷമവും സങ്കടമൊക്കെ വരുന്നൊരു നിമിഷമാണ് ആ സമയത്ത്. പിന്നെ നമ്മൾക്ക് അത് ഓക്കെ ആവും. എന്നാലും ആ ഒരു കുറച്ച് ദിവസത്തെ ആ ഇടവേള എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതാണ്. അന്നും ഇതുപോലെ കൊറോണ വന്നിട്ടില്ല, അതിൻ്റെയൊക്കെ ഒരു ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ടൈം എന്ന് പറയണത് 7 ദിവസം കാണാതിരിക്കും. ഇവിടെ ഉമ്മയും അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു, എങ്കിൽ കൂടെ ആ ഒരു ദിവസം നമുക്ക് അവരെ പിരിഞ്ഞിരിക്കുമ്പോൾ ഭയങ്കര ഒരു ഇടങ്ങാറാണ് മക്കളെ പിരിഞ്ഞിരിക്കുന്ന സമയത്ത്. അത് ആ ഒരു ഇതാണ് എനിക്കിപ്പോൾ എവിടെയും കവിയുടെ ആ ഒരു ഫേസിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ തന്നെ കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ കണ്ടിട്ടുണ്ട്. എന്നാലും ആ ഒരു ഫേസിൽ ആ ഒരു കണ്ണുനീര് എല്ലാം നമ്മൾ ആ അനുഭവിച്ച വേദന, പിന്നെ കുഞ്ഞിനെ കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം സങ്കടം എല്ലാം കൂടെ കൂടിക്കലർന്നൊരു ഇതാണ്. എന്തായാലും അവരുടെ കുടുംബത്തിലേക്ക് ഒരു അതിഥി കൂടെ വന്നു.
എന്തായാലും എല്ലാവിധ അനുഗ്രഹങ്ങളും എന്താ പറയുക എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഇനിയും ഒരുപാട് ഉയർച്ചകൾ അവർക്ക് ഉണ്ടാവട്ടെ. ഇപ്പം തന്നെ നല്ലൊരു ഇതിലാണ്, എന്നാലും ഇനിയും ഒരുപാട് ഉയർച്ചകളും ഒരുപാട് സന്തോഷങ്ങളും എല്ലാം അവരുടെ കുടുംബത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ ഇതും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു എളിമ, അവരുടെ ആ ഒരു സ്നേഹം, അത് തന്നെയാണ് അവരുടെ ആ ഒരു ഓരോ വീഡിയോസിൻ്റെയും അവരുടെ ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ. അവരുടെ ആ ഒരു എളിമയോടുള്ള സംസാരം, സ്നേഹം, ഇതൊക്കെ തന്നെയാണ് അവരുടെ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയേണ്ടത്. നമുക്ക് എല്ലാവർക്കും മാതൃകയാവേണ്ട ഒരു കുടുംബം തന്നെയാണ് KL ബ്രോ, ബിജു എന്ന് പറയുന്ന ആ വ്യക്തികളുടെ ഒരു ഇതെന്ന് പറയുകയാണെങ്കിൽ. എന്തായാലും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും അവരുടെ കുടുംബത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.